അടിപൊളി സൂപ്പർ നൈസ് പടം കുഴപ്പമില്ല കൊള്ളില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ലാഗാണ്. എസ് കെ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഓവർ ആകുന്ന പോലെ അത്ര ഇഷ്ടപ്പെട്ടു. ഓവർ ഡ്രാമ ഫീൽ ചെയ്തു. പിന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര ബ്രോ പടം ഓക്കെയാണ്, അത്രേ ഉള്ളൂ. എടുത്തു പറയാനായിട്ടൊന്നുമില്ല. പടം ഓക്കെയാണ്. അവരുടെ കുറേ ആ കാലത്തെ കുറേ ആവശ്യമില്ലാത്ത സീനുകളൊക്കെ മ്യൂട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ വലിച്ച് നീട്ടി അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിട്ട് തോന്നിയില്ല. പടം ഭയങ്കര ലെങ്താണ്. ഒക്കെ ആണെങ്കിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ രീതിയിലാണ് പടം വന്നിരിക്കുന്നത്. പടം ഓക്കെയാണ്. ഭയങ്കര കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ക്ഷമ ഭയങ്കര ലെങ്തുണ്ട് പടം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ഇഷ്ടപ്പെട്ട അവരുടെ മൊഴി അവർ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അവരെന്താണോ ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ്, അത്ര ഓക്കെ ആണെന്നും ചിലവർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ട്, കോട്ടുവ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോൺ നോക്കുന്നവരുണ്ട്. പടം ഈ ഭയങ്കര ഈ ക്ലാഷ് വെച്ചതിൻ്റെ ഹൈപ്പ് കയറിയതാണ്. അതിൻ്റെ എതിരെ ആൾക്കാർ വന്ന് പക്ഷേ ഇരുന്ന് കുഴുത്തു. കുറേ ഭാഗങ്ങൾ കൊള്ളാം, പക്ഷേ ഞാൻ പറഞ്ഞ മ്യൂട്ട് ഒക്കെയാണ് മെയിൻ പ്രശ്നം. Please watch it for your language. Your language is your identity. SK good acting. Everybody have done. നല്ല സിനിമയാണ്. എല്ലാവരും കാണണം. നല്ലായിരുന്നു. മസ്റ്റ് വാച്ച് ആണ്. നമ്മുടെ ലാംഗ്വേജ് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. വാച്ച് ഇറ്റ് ഫോർ യുവർ ലാംഗ്വേജ്. படம் சூப்பர் ப்ரோ. நல்லா இருக்கு, எல்லாரும் பார்க்கலாம். அருமையான படம், நல்ல ஆக்டிங். எல்லாமே ஆக்டிங் சூப்பர் ப்ரோ. கண்டென்ட்லாம் அருமையான கண்டென்ட், எல்லாரும் பார்க்கலாம். டைரக்ஷன் மேக்கிங் எல்லாமே சூப்பராக இருந்துச்சு. எல்லாருமே கண்டிப்பாக பார்க்கலாம். அருமையான படம், நல்ல படம். எல்லாம் അടിപൊളി, എല്ലാവരും பார்க்கலாம். പടം കൊള്ളാം. എടുത്തിരിക്കുന്ന കണ്ടന്റ് ഒരു ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. അപ്പം അതിനനുസരിച്ച് എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചത് സ്ട്രെച്ചഡായിട്ട് പറയാൻ നോക്കിയിട്ടുണ്ട്. ഇത്തിരി ലാഗുണ്ട്. പക്ഷേ പടം കൊള്ളാം. ശിവകാർത്തികേയൻ രവിമോഹൻ പുള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഥർവ പിന്നെ റാണാദകുതിയൊക്കെ ഇത്തിരി എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയ പോലെ തോന്നി. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ പടം ഇത്തിരി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എന്തോ ഒരു ചെറിയൊരു ലാഗ് വന്ന് അങ്ങനെ ഫീൽ ആയതാണ്. പാട്ട് കൊള്ളാം, എസ് കെ പെർഫോമൻസ് കൊള്ളാം, കഥ ക്വാളിറ്റിയോടെ എടുത്തിട്ടുണ്ട്. കഥയുണ്ട്. സൂപ്പർ നല്ല പടം. എല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ് ഈ പൊങ്കലിറക്കി ഏറ്റവും ബെസ്റ്റ് പടം. സൂപ്പർ നല്ല പടം. ഇത്ര അടിപൊളി പടമാണ്. പൊളിറ്റിക്സ് എല്ലാം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം പടം. പക്ഷെ വന്നാലും ഈ പടം അതിനുള്ളതുണ്ട്. തമിഴർക്ക് ഈ പടം തന്നെ ക്ലാഷ് വന്നാൽ ഈ പടം ഇരിക്കുമോ. നമുക്ക് കിട്ടിയ ട്രീറ്റ് പോലെ ഉണ്ട് പടം. സൂപ്പറാണ്. പിന്നെ എസ് കെയും ചേനവിയും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുകയാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വന്നിട്ട് എസ് കെയുടെയും അഥർവയുടെ ഒരു കോംബോ ആണ്. ലൈക്ക് നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ബ്രദേഴ്സിൻ്റെ അകത്ത്. പടം എന്തായാലും നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. സൂപ്പറാണ് ബ്രോ. ദുൽഖർ സൽമാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ പടം പോരെന്നാണ്. അത് തന്നെയാണ് ഈ പടത്തിലും പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. അത് പടം പക്ക കണ്ടന്റും കാര്യങ്ങളെല്ലാം ഒരു രക്ഷയില്ല. കിടില ലെവലിൽ തന്നെയാണ് എല്ലാ സംഭവവും. സുധേരം വിഷനൊക്കെ പക്കയാണ്. പക്ഷെ എക്സിക്യൂട്ട് ചെയ്ത രീതി ശിവകാർത്തികേയനും അഥർവ ഇവരും എല്ലാം കാസ്റ്റ് ചെയ്യാനാണ് മെയിൻ മിസ്കാസ്റ്റ്. കാരണം കുറേ സീനുകളും സൂര്യയ്ക്ക് വേണ്ടി ചെയ്ത സീനുകളെല്ലാം മാറ്റി ശിവകാർത്തികേയൻ വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സുധ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂര്യയുടെ അത്ര ആ റേഞ്ച് ഒന്നും വന്നിട്ടില്ല, അതൊക്കെ മാറ്റി എഴുതുന്നുണ്ട്. പക്ഷെ അത് തന്നെയാണ് ഈ പടത്തിൽ ഏറ്റവും വലിയ പോരായ്മ. പിന്നെ കൂടാതെ കൂടുതൽ ക്ലാസ് സംഭവം മൊത്തം ക്ലാസ് ചെയ്യുന്നത് 2-3 സീനുകളൊക്കെ ഹൈ ആയിട്ട് കൊണ്ടുവന്നു. അതെല്ലാം ആ സീനോട് അടഞ്ഞു പോകുന്നു. ആ പറഞ്ഞാണ് പടം പോയത്. ഒരു ഭയങ്കരമായിട്ട് കണ്ടന്റ് കൊണ്ടുവന്ന സാധനമാണ്. പക്ഷെ ഇരുന്ന പോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. പടമൊക്കെ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഇമ്പാക്റ്റും തരാതെ നോർമലായിട്ട് പോകുന്ന രീതിയിലാണ് പടം പോയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. എനിക്കൊന്ന് എല്ലാവരും ഈ സൂറ റിപ്പോർട്ടിൻ്റെ ആ ഒരു ഇത് വെച്ച് കാണുന്നതുകൊണ്ടായിരിക്കും. അതൊരു 1 ആൻഡ് only പീസാണ്. അതിൻ്റെ ഇത് വെച്ച് നോക്കുന്നുണ്ടായിരിക്കും. മൂവി ഈസ് ഗുഡ്. നല്ല മേക്കിംഗ് ആയിരുന്നു, ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. ശിവകാർത്തി അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സ്ലോ പേസിലാണ് പോയത്. പക്ഷേ ഇൻ്റർവെൽ ആയപ്പോൾ നല്ലപോലെ കത്തി കയറി. പിന്നെ ബേസിൽ ജോസഫ് ഉണ്ട് ഒരു ചെറിയ ക്യാമിയോ, അത് ഗംഭീരമായിരുന്നു. തിയേറ്റർ നല്ലപോലെ ഇളകി. അടിപൊളി പടമായിരുന്നു.